ഹലോ ഹലോ. ഭാവിയെ എന്തോയി? എന്താടോ? അല്ല, എന്നിട്ട് എപ്പോൾ നോക്കിയാൽ എന്താടോ എന്നല്ല ചോദിക്കാനുള്ളൂ. അല്ല, മെസ്സേജ് അയക്കുമ്പോൾ അയ്യോ അങ്ങനെയല്ല ചോദിക്കുന്നത്. എന്താ അത് വിശേഷം? മെസ്സേജ് അല്ലേ? അപ്പോൾ പിന്നെ ഞാനും ഇങ്ങനെ ചെയ്യാന്ന് വെച്ചതാ. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ചക്കരയെന്നാ ഓ, ഇത് പറയാനാ വിളിച്ചത്? ഈ ഒലിപ്പിക്കാൻ വിളിച്ചത്? അയ്യടാ, എന്ത് പറ്റി? ഒരുമാതിരി ഒന്നുമില്ല. നീ ഒരു ഇതില്ലല്ലോ സംസാരത്തിന്. എന്തില്ലാന്ന്? ഒരു സ്ട്രോങ് ഇല്ല. ഒരു മയത്തിലൊക്കെ ഇരിക്കണം. എന്നാ പറ്റിയത്? പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എങ്ങോട്ടെങ്കിലും പോകാൻ ഉദ്ദേശം വല്ലതും ഉണ്ടോ? ഉദ്ദേശമൊന്നുമില്ലല്ലോ. ഉദ്ദേശമൊന്നുമില്ല. നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, സാധാരണ എൻ്റെ മനസ്സിൽ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുമ്പോഴാണല്ലോ ഇങ്ങനെ വരണത്. ചക്കരയും മുത്തേന്നൊക്കെ എന്താ എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് അതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അതൊക്കെ ഞാൻ ഓർത്തെടുക്കും. ഇതൊക്കെ ഓർക്കാനൊക്കെ അറിയാം. അപ്പോൾ അതെന്നെ വല്ലാണ്ട് കളിയാക്കണ്ട കേട്ടോ. ഞാൻ എന്നെ കളിയാക്കിയ സമയമുണ്ട്? നമ്മൾ ഒരിക്കലും എന്നെ സ്നേഹിക്കൂല. നമ്മൾ സ്നേഹിക്കുമ്പോൾ ചക്കര മുത്തയും എന്നൊക്കെ വിളിച്ചൂടെ? നിങ്ങൾ എപ്പോഴും ഡേ ഇടയ്ക്കൊന്ന് സ്നേഹം തോന്നിയാൽ പാവയും മുത്തേന്നൊക്കെ വിളിക്കും. എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവുമോ? പിന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണ്ടേ? എനിക്ക് തോന്നുന്നില്ല. ഇടയ്ക്കൊക്കെ സ്നേഹം കുറയ്ക്കണ്ടേടൂ. അതൊന്നും ഓർക്കാൻ പാടില്ല. എന്തേ? ഇഷ്ടമില്ലാത്തോണ്ടാ സ്നേഹം വെറുക്കണം. പഠിച്ചോനെ, അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടല്ലേ? എന്തിനാണ്ട്? ഞാനത് ആദ്യമായിട്ട് അറിയണേ. അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ട് എന്നതിന്. എൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ഇതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ട് കൊള്ളാം. എല്ലാം മനസ്സിലാക്കി തന്നെയല്ലേ ജീവിക്കുന്നത്. എന്നെയും എൻ്റെ സ്വഭാവവും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ സ്വഭാവം മാത്രം എനിക്ക് പിടി കിട്ടണില്ല. അതൊരിക്കലും എനിക്ക് കിട്ടൂലോ. അതെന്താ? അത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധി ഉണ്ടാവും. ഞാൻ വെറുതെ പറഞ്ഞു. എനിക്ക് ബുദ്ധിയില്ല. ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കിട്ടി. ദേഷ്യം വരുന്നുണ്ട്. പഠിച്ചോനെ, അല്ല ഈ തന്നെയല്ലേ എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്നേ? ഈ അല്ലേ പറഞ്ഞേ എനിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടാന്ന് നിന്നെ ഞാൻ കിട്ടിയെന്ന് ചോദിച്ചില്ലേ? എനിക്ക് നിങ്ങളല്ല പറഞ്ഞ ബുദ്ധി ഇല്ലാന്നെങ്കിൽ ഉണ്ടാക്കി വെക്കും. ഇതൊന്നും അറിയാത്ത പോലെ. ഇനി ഞാൻ അറിയാത്ത പോലെ നിന്നില്ലല്ലോ. ദേഷ്യം വരണ്ട. എനിക്ക് ദേഷ്യം വരത്തില്ലേ? ഈ കണ്ണടച്ചുറങ്ങിക്കും. പിന്നെ ഒരു കണ്ണടക്കല്. എടോ, എന്തെത്ര സീരിയസ്നെസ്? പിന്നെ എനിക്ക് ബുദ്ധിയില്ലാന്ന് പറയുന്നത് ദേഷ്യം വരില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞ എൻ്റെ പൊന്നു മോളെ, എനക്ക് ആണ് എന്നെക്കാളും ബുദ്ധി കൂടുതൽ. സത്യം? സത്യം. ഒരു കളിയാക്കളെ ഫീലൊക്കെ തോന്നി. എന്നാലും സാരില്ല, എന്നാലും പറഞ്ഞല്ലോ. അടച്ചോനെ, അയ്യോ അയ്യോ. എന്നിട്ട് എന്താ ഇപ്പൊ ബുദ്ധിയായ? നിങ്ങൾ ആ വിഷയം വിടും. എനിക്ക് ദേഷ്യം വരും കേട്ടോ ആ വിഷയം പറഞ്ഞാല്. ചുമ്മാ പറഞ്ഞേ, എനക്ക് എന്നെക്കാളും ബുദ്ധി കേട്ടാ. കുരുട്ടു ബുദ്ധി. അപ്പൊ എങ്ങും പോകാനൊന്നും ഉദ്ദേശമില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പായില്ലേ? ഞാൻ കരുതിയേ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എവിടെയോ പോകാനുള്ള പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ ചോദിച്ചത് എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശമുണ്ടോന്ന്. എന്തായാലും ഇങ്ങനെ തീർന്ന കാര്യമായി. ഇതൊരു വലിയ വായിക്ക് വരേണ്ടതായിരുന്നു. പിന്നെന്ത് മോളെ, സോപ്പിട്ടപ്പോ പിന്നെ നിങ്ങളോട് ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല. ആയിക്കോട്ടെ വാവേ. ആ നോക്കും ഞാൻ നോക്കുവേ. അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റുന്നില്ലടോ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്. അടുത്തത് നോക്കട്ടെ ഞാൻ എങ്ങനെയാണെന്ന്.